ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നല്ല കിടിലം മലബാർ കല്യാണത്തിലാട്ടോ. അടിപൊളി പരിപാടി കേട്ടോ മലബാർ കല്യാണത്തിന് ഉണ്ടാകുക. നമ്മളിങ്ങനെ ഈ വധുവിനെ വെൽക്കം ചെയ്യുന്നത് തന്നെ നല്ല എന്താ പറയുക, ദഫുമുട്ടോട് കൂടിയാണ് നല്ല ഒരു വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഈ എൻട്രി കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ എൻട്രീൻ്റെ ഒരു വെൽക്കം എന്നുള്ള ലെവലിലാണ് അവർ ഈ ദഫുമുട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു എൻട്രിക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് ടൈം എടുത്തിട്ടാണ് അവർ എൻട്രി സെറ്റാകുന്നത്. അവർ ഒരു ഡാൻസ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി സെറ്റാക്കും. അങ്ങനെ ഒരു എൻട്രി തന്നെ 2-3 ഡാൻസ് പരിപാടി, ദഫ്മുട്ട്, കോൽക്കളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത്. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഷൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചൊരു ടൈം വെയിറ്റിംഗ് ആണ്. ചെക്കൻ്റെ എൻട്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം ചെക്കൻ വന്നിട്ട് എൻട്രി ആവും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെണ്ണിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ചെക്കൻ്റെ എൻട്രിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ലൈറ്റായിട്ടാണ് എൻട്രി ഇങ്ങനെ വരുന്നത്. അപ്പം കോൽക്കളി കളിച്ചിട്ടാണ് നമ്മളെ പെണ്ണിൻ്റെ എൻട്രി വരുന്നത്. അങ്ങനെ കോൽക്കളിയിൽ ഇങ്ങനെ സ്റ്റാർട്ടായി പെണ്ണിൻ്റെ എൻട്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ സ്റ്റാർട്ടായി നമ്മളെല്ലാം സെറ്റായി ഷൂട്ടിന് വേണ്ടി ഫുൾ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം പെണ്ണിങ്ങനെ എൻട്രിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ഫയർ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് സ്മോക്ക് പോകുന്നുണ്ട്, പിന്നെ ബബിളിൽ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആ ഒരു എൻട്രി സെറ്റാകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്നായിട്ട് ഫോഗായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചില നേരത്ത് മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് ഈ സ്മോക്ക് അടിക്കുമ്പം. കാഴ്ച ഫേസിലേക്ക് കയറി കഴിഞ്ഞാൽ ആകെ ഫോഗേ ആയി പോവും. എന്നാലും അത്യാവശ്യം ലെവലിൽ ഒരു താഴെക്കൂടെ മാത്രം അടിച്ച് ഇതാകുന്നുണ്ട്, മുകളിലേക്ക് എത്താത്ത ലെവലിൽ. അങ്ങനെ ആ ഒരു സംഗതി ഇങ്ങനെ സെറ്റായി അവരതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ടൈമിങ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ അത്ര നേരം നമ്മൾ താഴെ ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി കാണിച്ച് എൻട്രി വരുന്നതിൻ്റെ ചെക്കൻ വെൽക്കം ചെയ്യുന്നതിൻ്റെയും കൈ പിടിച്ച് കയറുന്നതിൻ്റെയും ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി. അതിൻ്റെ ഇടയ്ക്ക് കുറേ യൂട്യൂബേഴ്സും പിന്നെ വെഡ്ഡിങ് ഇവൻറ്റിൻ്റെ ടീംസും എല്ലാവരും ഓരോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ വെൽക്കം ചെയ്ത് കൈ പിടിച്ച് കയറ്റി. പിന്നെ സ്റ്റേജിൽ വന്നിട്ടായിരുന്നു പരിപാടി കേട്ടോ. നല്ല ഫോഗ് അടിച്ച് നല്ല സെറ്റപ്പിൽ നല്ല കിടിലനായിട്ടുള്ള എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റേജിൽ നല്ല മുട്ടിപ്പാട്ട് സോങ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ കോൽക്കളിയും സ്റ്റേജിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചില നേരത്ത് നോക്കുമ്പോൾ എല്ലാതും കൂടെ ഒരു സ്റ്റേജിൽ, എല്ലാ പരിപാടിയും ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാരണം വെച്ചാൽ എല്ലാ പരിപാടിയും കൊണ്ട് സ്റ്റേജിലാകുമ്പോൾ നല്ല ക്രൗഡാവും. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വിഷ്വൽസ് കിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ നന്നായിട്ട് പാട്ട് പാടുന്നുമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടെ കോൽക്കളി കളിക്കുന്നുമുണ്ട്. പിന്നെ നമ്മളെ ഷൂട്ട് നല്ല സെറ്റായിട്ട് ചെയ്യും. പരിപാടി നന്നായിട്ട് നോക്കിയാലേ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടുള്ളൂ. വീഡിയോഗ്രാഫറും ഞാൻ നമ്മൾ കുറേയൊക്കെ നമ്മൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രെയിമും കാര്യങ്ങളും പരിപാടിയും സെറ്റായിട്ട് മാക്സിമം ഡാൻസ് പരിപാടി ആ ഒരു ആംബിയൻസിനനുസരിച്ച് നമുക്ക് വിഷ്വൽസ് കിട്ടുള്ളൂ. നമ്മളെന്തായാലും മാക്സിമം നല്ല അടിപൊളിയായിട്ട് വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ തകൃതിയായിട്ട് സ്റ്റേജിൽ കപ്പിൾസിനെ വെച്ചുകൊണ്ട് കോൽക്കളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മളെ ഷൂട്ടും അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാനിങ്ങനെ നിന്ന് ഓരോരോ ഇതിൽ നല്ല വൃത്തിക്ക് നല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫറും പിന്നെ അതാ യൂട്യൂബേഴ്സൊക്കെ അത് ഓരോന്നും വന്ന് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നല്ല കാൻഡിഡ് വിഷ്വൽസും നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ലെവലിൽ ഇങ്ങനെ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എൻട്രി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറേ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവിടെ ഫുഡിങ് സെഷനിൽ ഫുഡിങ് നടക്കുന്നുണ്ട്. നമ്മളെ ഷൂട്ടും അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഓരോ മുക്കും മൂലയും വിടാതെ ക്യാൻഡിഡ് അടിക്കാനാണെങ്കിലും ഓരോ മൂലയിൽ പോയിട്ട് ഇരുന്ന് ക്യാൻഡിഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കെന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വിഷ്വൽസ് കിട്ടണം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നത് നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. നമ്മൾ നന്നായിട്ട് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല നീറ്റ്, അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്.
പിന്നെ സ്റ്റേജിൽ നല്ല സൂഫി ഡാൻസ് നടക്കാൻ പോകും. അങ്ങനെ സൂഫി ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആ സൂഫി ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ.